കേരളത്തിൽ റേഡിയോ നിലയം അനുവദിച്ചപ്പോൾ രാധാദേവി സിനിമാ തട്ടകത്തിൽ നിന്ന് അവിടേക്ക് മാറി. റേഡിയോയിലെയും ആദ്യകാല താരങ്ങളിൽ ഒരാളായി ഈ പാട്ടുകാരി. സിനിമ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ട്രാവൻകൂർ റേഡിയോ അതിൽ ആഴ്ചയിലൊരു പ്രോഗ്രാം, അത് നമ്മുടെ കലാനിലയം കൃഷ്ണൻ നേരൊന്ന് വിളിച്ചു. അങ്ങനെ ആഴ്ചയിലൊരു പ്രോഗ്രാമിൽ പോയിരുന്നു. അങ്ങനെ 49 50 ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ ആയി. അവിടെ നിന്ന് പിന്നെ ജോലിയായി. അപ്പോൾ വീട്ടുകാർക്ക് പൊതുവേ പണ്ട് സിനിമയിൽ പോകണ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും നിർബന്ധം അതിൽ പോകണമെന്ന്. ആകാശവാണി ഇരുന്നാൽ മതി, കിട്ടുന്നത് മതി നമുക്ക് ശമ്പളമായിട്ട്, ആകാശവാണി ഇരുന്നാൽ മതി. അങ്ങനെ ആകാശവാണിയിൽ സ്ഥിരമായിട്ട് കിട്ടുകയും ചെയ്തു. ആകാശവാണിയിൽ ലളിതഗാനം ആദ്യമായിട്ട് ഞാനാണ് പാടിയത്. തൃശ്ശൂർ പി രാധാകൃഷ്ണനാണ് അന്ന് ട്യൂൺ പറഞ്ഞു തന്നത്, ഒരു പാട്ടുമൊക്കെ പാടി. ലളിതഗാനം പാടാൻ അധികം ആളുകളില്ല, അവിടെയില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ലളിതഗാനം കൂടുതലായിട്ട് ഞാൻ പാടും. കവിത, ഉദയഗീതത്തിലെ പാട്ടുകൾ, ഇങ്ങനെ പാട്ടുകളൊക്കെ കൂടുതലായിട്ട് പാടും. അതേ സമയത്ത് അഭിനയമുണ്ട്. നാടകമൊക്കെ വരുമ്പോൾ അഭിനയിക്കുകയും വേണം. അങ്ങനെ ഒരുപാട് ആളുകളില്ലല്ലോ, 2-3 പേരൊക്കെ അല്ലേ ഉള്ളൂ. അത് വെച്ചാണ് അഭിനയിക്കണമൊക്കെ. അങ്ങനെ നാടകവും പാട്ട്, കവിത, ഈ ഫോക്ക് സോങ്, ഇങ്ങനെ പല രീതിയിലും പാട്ടാണ് കൂടുതലായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ലളിതഗാനം 1/4 മണിക്കൂർ വീതം പാടുമ്പം വെളിയിലുള്ളവരൊക്കെ കേട്ടിട്ട് കൊള്ളാം, ശബ്ദം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് തിരുനയിനാർകുറിച്ചി മാധവൻ നായരാണ് അന്നത്തെ പാട്ട് എഴുതിനൊക്കെ ആകാശവാണി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോയ രാധയ്ക്ക് ചാൻസ് കിട്ടും, ഇവിടെ സുബ്രഹ്മണ്യം മലയാളിയുടെ അവിടെ വിളിക്കുന്നുണ്ട്, പോകണുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല. ഇത്രയൊക്കെ എന്ന് വെച്ചാൽ വലിയ കഴിവുള്ളവരൊക്കെ, പാറശാല പൊന്നമ്മൾ, കല്യാണിക്കുട്ടി ടീച്ചർ, ഇങ്ങനെ കുറേ പേരൊക്കെ പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പോയാലെന്ത് കിട്ടാൻ പോണതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മാധവൻ നായർ സാർ അവിടെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പം പറഞ്ഞ് ഇന്ന് ലളിതഗാനം കൊണ്ട് ഒരു കുട്ടി പാടുന്നുണ്ട്, മലയാളി കേട്ടിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ നാളെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടിട്ടാണ് പിറ്റേ ദിവസം എന്നെ വിളിച്ചുകൊണ്ട് പോയി അവകാശി സിനിമ, അതിൽ 2 പാട്ട് തന്നു. ഭൂവിങ്കലെന്നും അനുരാഗ നദിക്കു വിഘ്നം കൂടാതൊഴുകുന്നു കുമാരിക്ക് വേണ്ടി ഞാനും പാടി, നസീറിന് വേണ്ടിയിട്ട് കമുകരൻ പാടി. അപ്പം 4 പേര് ഞാൻ പാടും, 4 പേര് എങ്ങനെ. സിനിമയിലൂടെ നേടിയ പ്രശസ്തിയിലുമേറെ ആകാശവാണിയിലൂടെ ഈ കലാകാരി സ്വന്തമാക്കി. ഒരു പോപ്പുലർ ഗായികയുടെ വളർച്ച റേഡിയോയിലൂടെയായിരുന്നു. കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ളവർ വരെ ഈ ഗായികയുടെ ഇമ്പമാർന്ന ശബ്ദം കേട്ടു. ഇവരുടെ ഗാനങ്ങൾ ഇഷ്ടത്തോടെ മൂളാത്ത മലയാളികൾ ഉണ്ടാവില്ല. റേഡിയോ ഗായികയായി പേരെടുത്തപ്പോഴും സിനിമയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിന്നില്ല. സിനിമയ്ക്ക് വേണ്ടിയും പാടി. ഒപ്പം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ വേഷം കൂടി സിനിമയ്ക്ക് വേണ്ടി പുതുതായി അണിയുകയും ചെയ്തു. അവകാശി കഴിഞ്ഞിട്ട് അടുത്ത പടം എടുത്തപ്പോഴും പാടാത്ത പൈങ്കിളി, അപ്പോൾ അതിലും എനിക്ക് 1-2 പാട്ട് ചാൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഭക്തകുചേല, ജയിൽ പുള്ളി, മറിയക്കുട്ടി, പൂത്താരി, അങ്ങനെ ഒരു 10-12 പടത്തിൽ എന്നെ പാടിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഈ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡബ്ബിങ്ങിന് അതിനും കൂടെ ഞാൻ പഠിച്ച് അതിൽ സുബ്രഹ്മണ്യം മലയാളിയുടെ പടങ്ങളിലൊക്കെ ഡബ് ചെയ്യും. പിന്നെ അല്ലാതെ കുഞ്ചാക്കോ മലയാളിയുടെ നമ്മുടെ സീത, അതിലെ ചില പാട്ടുകൾ, അതൊക്കെ അല്ല ചില സിനിമകളിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. പാട്ടിൽ വലിയ ഇതിലൊക്കെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജോലി ഉള്ളത് കൊണ്ട് നമുക്കത് കളഞ്ഞിട്ട് പോകാനും വയ്യ. പിന്നെ അതിനുള്ള ശമ്പളം കിട്ടിയാലേ മുന്നോട്ട് പോകാൻ ഒക്കെയുള്ളൂ. പാട്ടെന്ന് പറയണത് വല്ലപ്പോഴും കിട്ടും, ഡബ്ബിങ് എന്ന് പറയണത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെ. അപ്പോൾ നമുക്ക് എപ്പോഴും നോട്ടം ഇങ്ങോട്ടായിരുന്നു, ആകാശവാണിയിൽ തന്നെ ഇരിക്കണം, ശമ്പളമൊക്കെ കൂട്ടി കിട്ടും. കച്ചേരിക്ക് പോകണമെന്ന് വെച്ചാൽ ലീവ് എടുക്കണം. അപ്പോൾ ഇവർ സമ്മതിക്കില്ല, അനുവാദം വാങ്ങിക്കണം. അതൊരു ഒരു മാസത്തിന് മുമ്പ് അനുവാദം വാങ്ങിച്ചാലേ നമുക്ക് പാട്ട് കച്ചേരിക്ക് പോകാനും പറ്റൂ. അപ്പോൾ അത് കച്ചേരി അവർ ചോദിക്കണമെങ്കിലും പെട്ടെന്ന് ഒന്ന് പാടാൻ പറയും ഒരു കച്ചേരിക്ക്. അപ്പോൾ ഓടിപ്പോയി സാങ്ഷൻ ചോദിച്ചാൽ തരില്ല. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മേലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യം വന്നില്ല.
അഭിനേത്രി എന്നതിലുപരി സിനിമയിൽ ഒരു ഗായിക എന്ന നിലയിൽ ഇവർക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താമായിരുന്നു. പാടാനുള്ള അവസരങ്ങളും ഏറെ ഉണ്ടായിരുന്നു. ആകാശവാണിയിലെ ഉദ്യോഗമായിരുന്നു സിനിമയിലേക്കുള്ള വാതിൽ ഈ കലാകാരിക്ക് മുന്നിൽ അടയ്ക്കുന്നത്. റേഡിയോ സ്റ്റാറായി ഉയർത്തപ്പെട്ടതോടെ സിനിമയിലെ താരജീവിതം രാധാദേവിക്ക് നഷ്ടപ്പെടുകയായിരുന്നു. നാട്ടുംപുറം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ആദ്യം ആകാശവാണി തുടങ്ങിയപ്പോൾ. അന്ന് അതൊക്കെ കേൾക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ ഇത് ഈ പാർക്കിലൊക്കെ ചെന്നിരിക്കും. അന്ന് റേഡിയോ എല്ലായിടത്തും ഇല്ലല്ലോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് വളരെ സമ്മതം ഉണ്ടായിട്ട് പിന്നെ നമ്മളെ പാട്ട് ഇന്നത് കേട്ടാൽ കൊള്ളാമെന്നൊക്കെ അവരവിടെ നിന്ന് എഴുതുമായിട്ട് ചെയ്തായി. അങ്ങനെ അതിലൊക്കെ എല്ലാ പ്രോഗ്രാം എന്തൊക്കെ അറിയാമോ അതൊക്കെ. പിന്നെ ആ കാവ്യാഞ്ജലി പാടാനായിട്ടും സ്ഥിരമായിട്ട് ഞാൻ നമ്മുടെ തൃശ്ശൂർ രാധാകൃഷ്ണനൊക്കെ ഉള്ള അന്ന്. പിന്നെ കുറേ ഒരു 8-10 വർഷം കഴിഞ്ഞാണ് നമ്മുടെ MG രാധാകൃഷ്ണൻ, ഓമനക്കുട്ടി അവരൊക്കെ അവിടെ ജോലിയായിട്ട് വന്നത്.